ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. രാവും പകലും എന്നില്ലാതെ കാവൽ ജോലികളിൽ ഏർപ്പെടുന്ന സെക്യൂരിറ്റി ജീവനക്കാരുടെ തൊഴിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന യാതൊരു നീക്കവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇല്ല എന്നത് ഖേദകരമാണ്. ക്ഷേമനിധി, ഇൻഷുറൻസ് എന്നിവയെല്ലാം ഇവർക്ക് അന്യമാണ്. ഇതിനുവേണ്ടി ഇടപെടുമെന്ന മന്ത്രി മുനീറിന്റെ വാക്കുകൾ നടപ്പിലാകട്ടെ എന്ന് പ്രത്യാശിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്ന് മന്ത്രി എം.കെ. മുനീർ. പെൻഷൻ പ്രായം ഉയർത്തി യുവജനങ്ങളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു പുരോഗമന സർക്കാരിന് ചേർന്നതല്ലെന്ന് സോഷ്യലിസ്റ്റ് ജനതാ ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ. ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കപ്പലുകൾക്ക് മേഖലാതല പ്രോഗ്രാമിംഗ് നടപ്പിലാക്കുമെന്ന് ലക്ഷദ്വീപ് MP PP മുഹമ്മദ് ഫൈസൽ. വാർത്തകൾ വിശദമായി. സെക്യൂരിറ്റി ഗാർഡുകൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുന്ന കാര്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്ന് മന്ത്രി M.K. മുനീർ. ഓൾ കേരള സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മികച്ച സേവനത്തിന് തെരഞ്ഞെടുത്ത സെക്യൂരിറ്റി ഗാർഡുകൾക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. ഓൾ കേരള സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്നു. സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ M.K. മുനീർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സെക്യൂരിറ്റി ഗാർഡുകളെ മുൻനിർത്തി ഏജൻസികൾ നിയമങ്ങൾ കാറ്റിൽ പറത്തി പ്രവർത്തിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഇത്തരം കള്ളനാണയങ്ങളെ തിരിച്ചറിയണമെന്നും ഇവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സെക്യൂരിറ്റി ഗാർഡുകളുടെ ജോലി സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സർക്കാർ തയ്യാറാവണം. ഇവർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തുവാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങൾക്കും ക്ഷേമനിധികളുണ്ട്. എന്നാൽ സെക്യൂരിറ്റി ഗാർഡുകളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേമനിധി ബോർഡ് വന്നിട്ടില്ല. ഇത് ഗവൺമെന്റ് മുന്നിൽ കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനനുകൂലമായൊരു തീരുമാനം വാങ്ങിയെടുക്കുന്നതിന് നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും. ഓൾ കേരള സെക്യൂരിറ്റി സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NV പ്രദീപ് കുമാർ അധ്യക്ഷം വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ KT അരവിന്ദാക്ഷൻ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, DCC പ്രസിഡന്റ് KC അബു, കേരള ആഭരണ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് M രാജൻ, കേരള റെസിഡൻസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി TP ജലാലുദ്ദീൻ, N സുഭാഷ് ബാബു, PT ഉമാനാഥൻ, ഹബിൽദാർ E ബാലകൃഷ്ണൻ, K ശോഭന, KR വേലായുധൻ, P റെയ്നോൾഡ് റോയ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഹോം ഡിപ്പാർട്ട്മെന്റ് ലൈസൻസ് ലഭിക്കാത്ത അനധികൃത സെക്യൂരിറ്റി ഏജൻസികളുടെ ചൂഷണം തടയുകയാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. സമ്മേളനത്തിൽ വെച്ച് മികച്ച സേവനത്തിന് തെരഞ്ഞെടുത്ത സെക്യൂരിറ്റി സ്റ്റാഫുകൾക്ക് സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. പെൻഷൻ പ്രായം ഉയർത്തി യുവജനങ്ങളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് പുരോഗമന സർക്കാരിന് യോജിച്ച പ്രവൃത്തിയല്ലെന്ന് സോഷ്യലിസ്റ്റ് ജനതാ ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ. പെൻഷൻ പ്രായം 60 ആക്കാനുള്ള KSFE തീരുമാനത്തിൽ പ്രതിഷേധിച്ച് കല്ലായി റോഡ് KSFE മേഖലാ ഓഫീസിലേക്ക് സോഷ്യലിസ്റ്റ് യുവജനത നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ പ്രായം ഉയർത്താനുള്ള കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് മാനേജ്മെന്റിന്റെ തീരുമാനത്തിനെതിരെ സോഷ്യലിസ്റ്റ് യുവജനതയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടികൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് KSFE റീജിയണൽ ഓഫീസിലേക്ക് സോഷ്യലിസ്റ്റ് യുവജനതയുടെ ആഭിമുഖ്യത്തിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പാർട്ടി ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് KSFE മേഖലാ ഓഫീസ് കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു. യുവജനതാദൾ ജില്ലാ സെക്രട്ടറി മനീഷ് കോലയിൽ അധ്യക്ഷനായ പരിപാടി സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പ്രായം ഉയർത്തി തൊഴിലവസരങ്ങൾ നഷ്ടമാക്കാനുള്ള നീക്കം ഒരിക്കലും അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു.
ഒരു പുരോഗമന സർക്കാരിന് യോജിച്ച നടപടിയല്ല ഇതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പെൻഷൻ പ്രായം ഉയർത്തുക എന്ന് പറയുന്നത് സ്വാഭാവികമായും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് അതിന്റെ ഫലം. ഇത് ഒരു പുരോഗമന സർക്കാരിന് യോജിച്ച നടപടിയല്ല. കൗൺസിലർ മോയിൻകുട്ടി, SK കുഞ്ഞുമോൻ, ബിജു ആന്റണി, ഗഫൂർ, ഷാജി പന്തിരങ്കാവ് എന്നിവർ നേതൃത്വം നൽകി. കൊയിലാണ്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ മോഷണം. രാത്രിയുടെ മറവിൽ പൂട്ടുപൊളിച്ച് അകത്ത് കടന്ന മോഷ്ടാവ് പണവും പാലിയേറ്റീവ് കെയർ ഭണ്ഡാരവും കൊണ്ടുപോയി. കൊയിലാണ്ടി പോലീസ് സ്ഥലത്തെത്തി. ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കൊയിലാണ്ടി ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മോഷണം നടന്നത്. സ്കൂളിന്റെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. 5500 രൂപയും ഇതോടൊപ്പം പാലിയേറ്റീവ് കെയർ പ്രവർത്തനങ്ങൾക്കായി കുട്ടികൾ സ്വരൂപിക്കുന്ന നിക്ഷേപ ബോക്സും മോഷ്ടാക്കൾ കടത്തിക്കൊണ്ടുപോയി. പൂട്ട് തകർക്കാൻ പ്രത്യേക ഉപകരണങ്ങളാണ് ഉപയോഗിച്ചത്. പൂട്ട് പൊളിക്കുന്ന ശബ്ദമുണ്ടാവാതിരിക്കാൻ പ്രത്യേക രാസവസ്തുക്കളും ഉപയോഗിച്ചതായി കരുതുന്നു. ഇവയെല്ലാം സ്കൂൾ പരിസരത്തു നിന്നും കണ്ടെടുത്തു. ലാബ്, ഓഫീസ്, അലമാര എന്നിവ തുറക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായി വിജയിച്ചിട്ടില്ല. കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും വിരലടയാള വിദഗ്ധരും സ്കൂളിലെത്തി. കൊയിലാണ്ടി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, ഹൈസ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന ഈ കോമ്പൗണ്ടിൽ രാത്രികാലങ്ങളിൽ കാവലില്ലാത്തത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നതായി സ്കൂൾ അധികൃതർ പറഞ്ഞു. ദേശീയ ബാലതരംഗം ജില്ലാ നേതൃത്വ കൺവെൻഷൻ ശിക്ഷക് സദനിൽ നടന്നു. സംസ്ഥാന ചെയർമാൻ മുൻ MLA അഡ്വക്കേറ്റ് ടി. ശരത്ചന്ദ്ര പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന കോർഡിനേറ്റർ ജഗൻമോഹൻ ചന്ദ്രപുരി അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ 14 വർഷമായി കുട്ടികളിൽ ദേശീയബോധം വളർത്തി കലാസാഹിത്യ കായിക സാംസ്കാരിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ദേശീയ ബാലതരംഗത്തിന്റെ ജില്ലാ കൺവെൻഷനാണ് ശിക്ഷക് സദനിൽ സംഘടിപ്പിച്ചത്. സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് ടി. ശരത്ചന്ദ്ര പ്രസാദ് കൺവെൻഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു. അതുമായിട്ടൊക്കെ ചേർന്ന് ഏതെങ്കിലും ഒരു സ്കൂൾ നമ്മൾ സെലക്ട് ചെയ്ത് ആ സ്കൂളിൽ തന്നെ മിടുക്കൽ അല്ലെങ്കിൽ അവാർഡ് കിട്ടിയ അധ്യാപകരോ പരിസരത്ത് താമസിക്കുന്ന അവാർഡ് കിട്ടിയ അധ്യാപകരോ ഉണ്ടെങ്കിൽ ആ അധ്യാപകരെ വിളിച്ച് സംസ്ഥാന കോർഡിനേറ്റർമാരായ KV ജോൺസൺ, ജഗത്മയൻ ചന്ദ്രപുരി, മറ്റ് അംഗങ്ങളായ വിജയ D. നായർ, ഗിരീഷ് ആംബ്ര, ബാബു കിണാശ്ശേരി, റോഷൻ ബാബു എരഞ്ഞിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ കേരള സർക്കിൾ 6ാമത് ത്രൈവാർഷിക ജനറൽ കൌൺസിൽ സെപ്റ്റംബർ 28, 29 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. ജനറൽ കൌൺസിലിന്റെ ഭാഗമായി ജനാധിപത്യ ബാങ്കിനുള്ള നിർദ്ദേശങ്ങൾ എന്ന വിഷയത്തിൽ ബാങ്കിംഗ് സെമിനാർ നടത്തുമെന്നും സ്വാഗത സംഘം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നാളെ ദേശീയ തലത്തിൽ ഒരു സെമിനാർ ഇവിടെ നടക്കാൻ പോവാണ്. നാഷണൽ കോൺഫെഡറേഷൻ ഓഫ് ബാങ്ക് എംപ്ലോയീസിന്റെ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന മേഖലയാണ് ബാങ്കിങ്. നമുക്കറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ സെമിനാർ ബാങ്കിങ് എന്തൊക്കെ ജനങ്ങൾ ഉപകാരപ്രദം ഇത്തരം കാര്യങ്ങളെ പറ്റിയുള്ള ഒരു സംവാദമാണ് സംഘടിപ്പിക്കുന്നത്. അതിനെപ്പറ്റിയെല്ലാം സെപ്റ്റംബർ 28 രാവിലെ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രകടനം SBI കോഴിക്കോട് ശാഖ പരിസരത്തു നിന്നും ആരംഭിക്കും. ദേശീയ നേതാക്കൾ നേതൃത്വം നൽകും. ടാഗോർ സെന്റിനറി ഹാൾ പരിസരത്ത് 10 മണിക്ക് പ്രസിഡന്റ് ഫിലിപ്പ് കോശി പതാക ഉയർത്തും. പുഷ്പാർച്ചനയും തുടർന്ന് കരിവള്ളൂർ മുരളി രചിച്ച് രാഹുൽ B. അശോക് ചിട്ടപ്പെടുത്തിയ സ്വാഗതഗാനം ഗായക സംഘം ആലപിക്കും. ഡോക്ടർ DN റെഡ്ഡി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. MV മുരളി മുഖ്യപ്രഭാഷണം നടത്തും. 13 സർക്കിളുകളിൽ നിന്നായി ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ് എന്നിവർ അതിഥികളായി സംബന്ധിക്കും. സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ ലേഖന മത്സരത്തിലെ വിജയികൾക്ക് സമ്മാനം നൽകും. സെപ്റ്റംബർ 29 രാവിലെ 9 മണിക്ക് പ്രതിനിധി സമ്മേളനം MB രാജേഷ് MP ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലകളിൽ നിന്നായി 560 പ്രതിനിധികളും 2000 നിരീക്ഷകരും സമ്മേളനത്തിൽ സംബന്ധിക്കും. വാർത്തകളിൽ ഇടവേള. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്.
My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ലക്ഷദ്വീപ് യാത്ര ചരക്ക് നീക്കം സംബന്ധിച്ചുള്ള പ്രതിസന്ധികൾക്ക് അടിയന്തര പരിഹാരം കാണുമെന്ന് ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസൽ. മേഖലാതല പ്രോഗ്രാമിംഗിലൂടെ യാത്രാ ടിക്കറ്റ് ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ബേപ്പൂർ തുറമുഖത്ത് ലക്ഷദ്വീപ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് ഫെഡറേഷൻ നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കപ്പലുകൾക്ക് മേഖലാതല പ്രോഗ്രാമിംഗ് നടപ്പിലാക്കുമെന്ന് ലക്ഷദ്വീപ് MP PP മുഹമ്മദ് ഫൈസൽ പറഞ്ഞു. അശാസ്ത്രീയമായ കപ്പൽ ഷെഡ്യൂളിംഗ് ആണ് ടിക്കറ്റ് ലഭിക്കുന്നതിന് തടസ്സമാകുന്നതെന്നും മേഖലാതല പ്രോഗ്രാമിംഗ് നടപ്പിലാക്കുന്നതോടെ മുഴുവൻ യാത്രക്കാർക്കും ടിക്കറ്റ് ലഭ്യമാകുമെന്നും MP പറഞ്ഞു. ലക്ഷദ്വീപ് കോഓപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷൻ നൽകിയ സ്വീകരണത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വൈകിട്ട് തുറമുഖത്തെത്തിയ MP വാർപ്പും സ്കാനിംഗ് സെന്ററും സന്ദർശിച്ചു. യാത്രക്കാർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ദ്വീപ് നിവാസികളും ചരക്ക് കയറ്റുമതിയിലെ അസൗകര്യങ്ങൾ തുറമുഖത്തെ തൊഴിലാളികളും MP-യെ ബോധ്യപ്പെടുത്തി. പോർട്ട് ഓഫീസർ എബ്രഹാം V. കുര്യാക്കോസ്, സീനിയർ പോർട്ട് കൺസർവേറ്റർ NK ഷാജി, ലക്ഷദ്വീപ് പോർട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ KK മുസ്തഫ, മലബാർ ദ്വീപ് വെൽഫെയർ സെന്റർ പ്രസിഡന്റ് PP ഹംസ, T. ഹുസൈൻ, ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. സ്വീകരണ യോഗത്തിൽ ഫെഡറേഷൻ പ്രസിഡന്റ് CH മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷം വഹിച്ചു. ലക്ഷദ്വീപിൽ ജനാധിപത്യ ഭരണ സംവിധാനം അനിവാര്യമാണെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത എളമരം കരീം MLA പറഞ്ഞു. ഇതുണ്ടായാൽ മാത്രമേ സർക്കാർ ഫണ്ട് വിനിയോഗം ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകൂവെന്നും ലക്ഷദ്വീപ് യാത്രക്കാർക്കും ചരക്ക് കയറ്റുമതിക്കും ബേപ്പൂരിലുള്ള പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും MLA ഉറപ്പു നൽകി. ഫെഡറേഷൻ ഡയറക്ടർമാരായ PP അബ്ദുറഹിമാൻ, P. മുഹസിൻ, ദ്വീപ് ജില്ലാ പഞ്ചായത്ത് അംഗം A. കുഞ്ഞിക്കോയ തങ്ങൾ, സെക്രട്ടറി KC അഹമ്മദ് ഗോയ, അസിസ്റ്റന്റ് സെക്രട്ടറി AK നിമത്തുള്ള എന്നിവർ സംസാരിച്ചു. നിലവിൽ ലക്ഷദ്വീപിൽ ചികിത്സാ സൗകര്യങ്ങൾ കുറവാണ്. വൻകരയിലെ പ്രധാന ആശുപത്രികൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവരുടെ സഹകരണത്തോടെ സമഗ്രമായ ആരോഗ്യ പരിരക്ഷാ പദ്ധതി നടപ്പിലാക്കും. ഇതോടെ 90% ആരോഗ്യ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ലക്ഷദ്വീപിലെ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളെ പരിപോഷിപ്പിക്കാൻ MP ഫണ്ട് വിനിയോഗിക്കും. ബേപ്പൂർ തുറമുഖത്ത് നിർമ്മിക്കാൻ പോകുന്ന 200 മീറ്റർ വാർഫിന്റെ ഇംപ്ലിമെന്റേഷൻ വേഗത്തിലാക്കാൻ ഷിപ്പിംഗ് മിനിസ്ട്രിയിൽ സമ്മർദ്ദം ചെലുത്തും. 45 കോടി ചിലവിലാണ് വാർഫ് നിർമ്മിക്കുന്നത്. ഓരോ 3 ദിവസം കൂടുമ്പോൾ ബേപ്പൂർ തുറമുഖത്തു നിന്നും MV അമീൻ ദ്വീപ് കപ്പൽ സർവീസ് സ്ഥിരമായി നടത്തുമെന്നും MP പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഷെഡ്യൂൾ പാസഞ്ചർ ഷിപ്പിന്റെ ഷെഡ്യൂളുകളിൽ എടക്കര ചീക്കിലോട് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് CPM ചീക്കിലോട് ലോക്കൽ കമ്മിറ്റി പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. സിവിൽ സ്റ്റേഷനിലെ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ നടന്ന ധർണ CPI കക്കോടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാമ്പറ്റ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. റോഡ് അറ്റകുറ്റപ്പണികൾ സമയബന്ധിതമായി നടത്തിയില്ലെങ്കിൽ ഉപരോധ സമരം നടത്തുമെന്നും സമരസമിതി അറിയിച്ചു. ചീക്കിലോട് എടക്കര റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് CPM ചീക്കിലോട് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. എടക്കരയിൽ നിന്നും ചീക്കിലോട്ടേക്ക് പോകുന്ന റോഡിൽ ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമാണ് പൂർണ്ണമായും തകർന്നത്. തകർന്നു കിടക്കുന്ന റോഡ് പുനഃപ്രവൃത്തി നടത്തണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ ബന്ധപ്പെട്ടവർ നിവേദനം നൽകിയെങ്കിലും അധികൃതരുടെ ഭാഗത്തുനിന്നും നടപടിയുണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. അറ്റകുറ്റപ്രവൃത്തികൾ നടക്കണമെങ്കിൽ തിരുവനന്തപുരത്തു നിന്നും സാങ്കേതിക അനുമതി വേണമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ പ്രക്ഷോഭ സമരങ്ങൾ CPMന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിരുന്നു. സമരപരിപാടികളുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിലേക്ക് പ്രതിഷേധ ധർണ നടത്തിയത്. CPIM കക്കോടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി മാമ്പറ്റ ശ്രീധരൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. CPIM ചീക്കിലോട് ലോക്കൽ കമ്മിറ്റി അംഗം CK രാജൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി മെമ്പർ KP ബാബു അധ്യക്ഷത വഹിച്ചു. ചേളന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P അബൂബക്കർ മാസ്റ്റർ, നന്മണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് OP ശോഭന, MK രാഘവൻ മാസ്റ്റർ, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ VK ഗണേശൻ, PK രാജൻ നായർ, CR ഷിനോയ്, P വിഷൻ തുടങ്ങിയവരും പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ദമാമിലെ ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി കോട്ടപ്പറമ്പ് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലേക്ക് സൗജന്യ വീൽ ചെയറുകൾ നൽകി. സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ M.K. മുനീർ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ T. മോഹൻദാസിന് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓവർസീസ് ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസ് ദമാമിന്റെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് കോട്ടപ്പറമ്പ് ഗവൺമെന്റ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിന് സൗജന്യ വീൽചെയറുകൾ വിതരണം ചെയ്തത്. കോട്ടപ്പറമ്പ് മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ M.K. മുനീർ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി സൂപ്രണ്ട് T. മോഹൻദാസ് വീൽചെയർ ഏറ്റുവാങ്ങി. എനിക്കിതിൽ ഇരട്ട ആഹ്ലാദമുള്ളത്, ഒന്ന് ഈ കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായി എന്നുള്ളത്, രണ്ട് എന്റെ നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന ആശുപത്രിയിൽ തന്നെ തിരഞ്ഞെടുത്തതിലും ഞാൻ OICCയെ അഭിനന്ദിക്കാനുണ്ട്. OICC ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ആൻസൺ മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. OICC എക്സിക്യൂട്ടീവ് ജനറൽ സെക്രട്ടറി പ്രശാന്ത് B. നായർ സ്വാഗതം പറഞ്ഞു. DCC പ്രസിഡന്റ് KC അബു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് PM നിയാസ്, KURDFC ചെയർമാൻ K. മൊയ്തീൻ കോയ, SK അബൂബക്കർ കോയ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. UDF സർക്കാർ പുതിയ +2 ബാച്ചുകൾ അനുവദിച്ചതിൽ നിർഭാഗ്യകരമായ വിവാദമാണ് നടന്നതെന്ന് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി ചെയർമാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മലബാർ ചേംബർ ഹാളിൽ +2 മലബാർ എന്തു നേടിയെന്ന വിഷയത്തിൽ നടന്ന ടേബിൾ ടോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പുതിയ +2 ബാച്ചുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന വിവാദങ്ങൾ ദൌർഭാഗ്യകരമാണെന്ന് ന്യൂനപക്ഷ വിദ്യാഭ്യാസ സമിതി സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് സംഘടിപ്പിച്ച +2 മലബാർ എന്ത് നേടി ടേബിൾ ടോക്ക് ചൂണ്ടിക്കാട്ടി. +2 ബാച്ചുകൾ അനുവദിച്ചപ്പോൾ മലബാറിനെ പോലെ തെക്കൻ മേഖലകൾക്കും മതിയായ പ്രാതിനിധ്യം ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള തെക്കൻ ജില്ലകളിൽ ആവശ്യത്തിലേറെ സീറ്റുകൾ ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. മലബാർ മേഖലയിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. മലബാറിലെ ജില്ലകളിൽ +2 സീറ്റുകൾ അനുവദിച്ചപ്പോൾ ഇത് വിവാദമാകുമെന്ന് കരുതി തെക്കൻ ജില്ലകളിലേക്കും ബാച്ചുകൾ വ്യാപിപ്പിക്കുകയായിരുന്നു. എന്നാൽ ഈ മേഖലകളിലെ ആവശ്യങ്ങൾ എന്തെന്ന് സർക്കാർ പഠന വിധേയമാക്കിയിട്ടില്ല എന്നും ടേബിൾ ടോക്ക് അഭിപ്രായപ്പെട്ടു. സമിതി ചെയർമാൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ടേബിൾ ടോക്ക് ഉദ്ഘാടനം ചെയ്തു. വാസ്തവത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനുവദിക്കുന്നതിൽ ഇത്ര വലിയ വാഗ്വാദങ്ങളും വിവാദങ്ങളൊന്നും ആവശ്യമുണ്ടായിട്ടില്ല. ജനറൽ സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറ മോഡറേറ്ററായിരുന്നു. സെക്രട്ടറി നിസാർ ഒളവണ്ണ വിഷയം അവതരിപ്പിച്ചു. സെക്രട്ടറി നടുക്കണ്ടി അബൂബക്കർ, വൈസ് പ്രസിഡന്റ് KP മുഹമ്മദ് അലി ഹാജി, K. മൊയ്തീൻ കോയ, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, MP ആദം മുൽസി, സത്താർ പന്തല്ലൂർ, PP അബ്ദുറഹിമാൻ, മിസ്സബ് കീഴേരിയൂർ, ഡോക്ടർ മജീദ് സൊലാഹി, CT സക്കീർ ഹുസൈൻ, PP ഫിറോസ്, K. മോയിൻകുട്ടി മാസ്റ്റർ, P. സിക്കന്ദർ എന്നിവർ സംസാരിച്ചു. ഏതെങ്കിലും പാർട്ടിയുടെ അധീശത്വത്തിന് അടിമയാകാതെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വത്വം ഉയർത്തിപ്പിടിച്ച നേതാവായിരുന്നു വെളിയം ഭാർഗവനെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PV ഉണ്ണികൃഷ്ണൻ. വെളിയം ഭാർഗവന്റെ 1ാം ചരമവാർഷികത്തിന്റെ ഭാഗമായി AIYF ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭിന്നിപ്പിന് കാരണമായി പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റായിരുന്നുവെന്നും പാർട്ടി പിളപ്പിന് പിന്നിൽ ചൈനയുടെ കരങ്ങളുണ്ടായിരുന്നുവെന്നും CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VP ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് നീങ്ങിയവരാണ് പിളർപ്പിലേക്ക് നയിച്ചത്. സായുധ വിപ്ലവത്തിന് ഇറങ്ങിത്തിരിച്ചവരുടെ കയ്യിൽ നിന്ന് ഈർക്കൾ പോലും ഇല്ല എന്നതാണ് സ്ഥിതി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഭിന്നിപ്പിച്ചവർ തിരിഞ്ഞു നോക്കേണ്ട കാലമാണിത്. ബംഗാളിൽ പോലും ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ട സ്ഥിതിയാണ് ഇന്നുണ്ടായിരിക്കുന്നതെന്ന് ഭിന്നിപ്പിച്ചവർ തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു. CPI മുൻ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവന്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് AIYF ജില്ലാ കമ്മിറ്റി KP കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചരിത്രത്തിലെ നാൾവഴികൾ എന്ന വിഷയത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാഷായ വസ്ത്രം ഉപേക്ഷിച്ച് കൊല്ലം ശ്രീനാരായണ കോളേജിൽ ബിരുദ പഠനത്തിന് ചേർന്ന സഖാവ് വെളിയം അഖിലേന്ത്യാ വിദ്യാർത്ഥി ഫെഡറേഷന്റെ സമുന്നതനായ നേതാവായി ഉയർന്നു. EK വിജയൻ MLA വെളിയം അനുസ്മരണ പ്രഭാഷണം നടത്തി. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം TV ബാലൻ, ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ, അഡ്വക്കേറ്റ് P ഗവാസ്, അജയ് ആവള, C ബിജു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life.
കാലിടറാതെ വിശ്വാസം അടിതെറ്റാത്ത പാദങ്ങൾ പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. വാർത്തകൾ തുടരുന്നു. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളി സമ്മേളനവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ചേമഞ്ചേരി പഞ്ചായത്ത് ഫ്രീഡം ഫൈറ്റേഴ്സ് ഹാളിൽ മത്സ്യഫെഡ് ചെയർമാൻ വി ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യത്തൊഴിലാളികളുടെ ക്ഷേമത്തിനായി കഴിഞ്ഞ 3 ദശാബ്ദമായി മത്സ്യഫെഡ് കേരള തീരത്ത് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. മത്സ്യത്തൊഴിലാളികളെയും കുടുംബങ്ങളെയും പരാശ്രിതത്വത്തിൽ നിന്ന് കരകയറ്റി അവരെ സ്വാശ്രിതരാക്കി മാറ്റുകയെന്നാണ് മത്സ്യഫെഡിന്റെ ഉദ്ദേശലക്ഷ്യം. മത്സ്യഫെഡ് ജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ പൂക്കാട് ചേമഞ്ചേരി പഞ്ചായത്ത് ഫ്രീഡം ഫൈറ്റേഴ്സ് ഹാളിൽ മത്സ്യത്തൊഴിലാളി സമ്മേളനവും അവാർഡ് വിതരണവും സംഘടിപ്പിച്ചു. മത്സ്യഫെഡ് ചെയർമാനും മുൻ MLA-യുമായ വി ദിനകരൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ അവാർഡുകളും വിതരണം ചെയ്തു. മത്സ്യഫെഡ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി മെമ്പർ AB മാത്യു മാസ്റ്റർ അധ്യക്ഷം വഹിച്ചു. മത്സ്യഫെഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ VN രാമൻ, ജില്ലാ മാനേജർ TV രമേശൻ, മത്സ്യഫെഡ് മുൻ ഭരണസമിതി അംഗം K രാജൻ, മത്സ്യഫെഡ് അസിസ്റ്റന്റ് മാനേജർ PA ശശികുമാർ എന്നിവർ സംസാരിച്ചു. മത്സ്യത്തൊഴിലാളി സഹകരണ സംഘം ഭാരവാഹികൾ, സ്വയം സഹായ സംഘം അംഗങ്ങൾ തുടങ്ങി 500ഓളം പേർ ചടങ്ങിൽ സംബന്ധിച്ചു. വിദ്യാഭ്യാസ അവാർഡ്, ഏറ്റവും മികച്ച സഹകരണ സംഘത്തിനുള്ള അവാർഡ്, ഏറ്റവും മികച്ച മത്സ്യബന്ധന ഗ്രൂപ്പിനുള്ള അവാർഡ്, ഏറ്റവും മികച്ച സ്വയം സഹായ ഗ്രൂപ്പിനുള്ള അവാർഡ് എന്നിവ ചടങ്ങിൽ വിതരണം ചെയ്തു. ഭാഷാ സമന്വയ വേദി ആഭിമുഖ്യത്തിൽ ഹിന്ദി പക്ഷാചരണം സംഘടിപ്പിച്ചു. അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ ഹിന്ദി സേവി സമ്മാൻ വിതരണവും രാജ്ഭാഷാ സേവി പുരസ്കാരം നേടിയ K രാജേഷിനെ ആദരിക്കുകയും ചെയ്തു. ഡോക്ടർ ആർസു അധ്യക്ഷനായിരുന്നു. ഭാഷാ സമന്വയവേദിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി പക്ഷാചരണവും ഹിന്ദി സേവി സമ്മാൻ വിതരണവും സംഘടിപ്പിച്ചു. കോഴിക്കോട് അളകാപുരിയിൽ നടന്ന ചടങ്ങിൽ കോഴിക്കോട് കോർപ്പറേഷൻ ബാങ്ക് സീനിയർ മാനേജർ AU പ്രകാശ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രമുഖ ഹിന്ദി പ്രവർത്തകരായ ഡോക്ടർ KM മാലതി, വിദ്വാൻ K ഭാസ്കരൻ നായർ, K രാജേഷ് എന്നിവരെയാണ് രാജ്ഭാഷാ സേവി പുരസ്കാരം നൽകി ആദരിക്കുന്നത്. ഡോക്ടർ ആർസു അധ്യക്ഷനായ ചടങ്ങിൽ ഡോക്ടർ PK രാധാമണി ജേതാക്കളെ പരിചയപ്പെടുത്തി. ആദ്യകാല ഹിന്ദി പ്രചാരകരായിരുന്ന P രാഘവൻ, P രംഗി നമ്പീശൻ, VA കേശവൻ നമ്പൂതിരി, P ചാത്തുക്കുട്ടി മാസ്റ്റർ എന്നിവരുടെ സ്മരണാർത്ഥമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. അവരുടെ കുടുംബാംഗങ്ങളാണ് പുരസ്കാര സമർപ്പണം നിർവഹിച്ചത്. പ്രൊഫസർ V നാരായണൻകുട്ടി, വേലായുധൻ പള്ളിക്കൽ, ഡോക്ടർ PK ചന്ദ്രൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന കേരള മോഡൽ സാമ്പത്തിക വികസനം എന്ന വാക്കിന് ആദ്യ രൂപം നൽകിയത് PK സുകുമാരനായിരുന്നുവെന്ന് ഡോക്ടർ M ശാരംഗധരൻ. കേരള കൗമുദി സ്ഥാപക പത്രാധിപർ K സുകുമാരന്റെ 33ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. കേരള കൗമുദി സ്ഥാപക പത്രാധിപർ K സുകുമാരന്റെ ഓർമ്മയ്ക്കായി പത്രപ്രവർത്തന പഠന കേന്ദ്രം സ്ഥാപിക്കണമെന്ന് കേരള യൂണിവേഴ്സിറ്റി കൊമേഴ്സ് വിഭാഗം മുൻ മേധാവി ഡോക്ടർ M ശാരംഗധരൻ അഭിപ്രായപ്പെട്ടു. പത്രാധിപരുടെ അനുസ്മരണത്തിന് അത്തരമൊരു സ്ഥാപനമാണ് ഉചിതമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. K സുകുമാരന്റെ 33ാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് കേരള കൗമുദി കോഴിക്കോട് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലുള്ള അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇത്തരമൊരു സ്ഥാപനം കോഴിക്കോട് തന്നെയാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് രാജ്യം ചർച്ച ചെയ്യുന്ന കേരള മോഡൽ സാമ്പത്തിക വികസനം എന്ന വാക്കിന് ആദ്യമായി രൂപം നൽകിയത് സുകുമാരനായിരുന്നു. ഇന്ന് ഐക്യരാഷ്ട്രസമിതി വരെ ചർച്ചയ്ക്ക് വന്ന കേരള മോഡൽ സാമ്പത്തിക വികസനം എന്ന കാഴ്ചപ്പാട് വർഷങ്ങൾക്ക് മുൻപ് സമൂഹത്തിന് മുൻപിൽ അവതരിപ്പിച്ചത് അദ്ദേഹമായിരുന്നു. പ്രതിശീർഷ വരുമാനം കുറഞ്ഞ ഒരു സമൂഹത്തിന് വികസന കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന ആശയം സുകുമാർ മുന്നോട്ട് വെച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങളുടെ ചുവട് പിടിച്ചായിരുന്നു ഇത്. ഭൗതികവും മാനസികവും സാമ്പത്തികവുമായ ഉയർച്ച എങ്ങനെ കൈവരിക്കാമെന്ന് ഗുരുദേവൻ കാണിച്ചു തന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് യൂണിറ്റ് ചീഫ് സന്തോഷ് വേങ്ങേരി അധ്യക്ഷം വഹിച്ചു. PA ശശിധരൻ, അഡ്വക്കേറ്റ് PM രമേഷ് ബാബു, ന്യൂസ് എഡിറ്റർ P പത്മനാഭൻ നമ്പൂതിരി, C രവീന്ദ്രൻ, ബ്യൂറോ ചീഫ് PC ഹരീഷ്, മാർക്കറ്റിംഗ് മാനേജർ KV രജീഷ് എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും വായനാശീലവും വളർത്താൻ ലക്ഷ്യമിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തയ്യാറാക്കിയ 13 പുസ്തകങ്ങൾ പുറത്തിറക്കി. പരിസ്ഥിതി പ്രവർത്തകൻ പ്രൊഫസർ ഡോക്ടർ A അച്യുതൻ പ്രകാശന കർമ്മം നിർവഹിച്ചു. കുട്ടികളാണ് പുസ്തകം ഏറ്റുവാങ്ങിയത്. പഠനത്തിന് സഹായിയും വഴികാട്ടിയുമായി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുസ്തകങ്ങൾ വിജ്ഞാന പൂമഴ പുറത്തിറക്കി. UP സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠന നിലവാരവും വായനാശീലവും വളർത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള 13 പുസ്തകങ്ങളുടെ സമാഹാരമാണ് വിജ്ഞാന പൂമഴ. കണക്ക്, ഭൗതികം, രസതന്ത്രം, ജീവശാസ്ത്രം, കഥ, പരിസ്ഥിതി, യാത്രാ വിവരണം, നാടകം തുടങ്ങി അറിവിന്റെ വൈവിധ്യമാർന്ന മേഖലകളാണ് വിജ്ഞാന പൂമഴയിലുള്ളത്. ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പരിസ്ഥിതി പ്രവർത്തകൻ ഡോക്ടർ A അച്യുതൻ വിജ്ഞാന പൂമഴ പ്രകാശനം ചെയ്തു. 13 കുട്ടികൾ ഏറ്റുവാങ്ങി.
പ്രസിദ്ധീകരണ സമിതി ചെയർമാൻ പ്രൊഫസർ കെ ശ്രീധരൻ അധ്യക്ഷനായിരുന്നു. ജനു പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി. ഡോക്ടർ കെ ശ്രീകുമാർ, പി വി ജിജോ, കെ യതീന്ദ്രനാഥൻ എന്നിവർ സംസാരിച്ചു. പ്രകാശനത്തോടനുബന്ധിച്ച് ഹൈസ്കൂൾ UP വിഭാഗം കുട്ടികൾക്ക് മംഗളയാനും ബഹിരാകാശവും എന്ന വിഷയത്തിൽ ക്വിസ് മത്സരവും നടത്തി. KT രാധാകൃഷ്ണൻ സമ്മാനങ്ങൾ നൽകി. പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കെ പ്രഭാകരൻ, ശാസ്ത്ര കേരളം മാനേജിംഗ് എഡിറ്റർ TP ദാമോദരൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗം പ്രവർത്തക സമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലുള്ള പ്രസിഡന്റ് PV ചന്ദ്രൻ നയിക്കുന്ന 120 പേർ അടങ്ങിയ ഔദ്യോഗിക പാനലിലെ മുഴുവൻ ആളുകളും വിജയിച്ചു. 1359 പേർ വോട്ട് രേഖപ്പെടുത്തിയതിൽ 150 വോട്ട് അസാധുവായി. 1147 വോട്ട് നേടിയ PV ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചത്. വരുന്ന ഡയറക്ടർ ബോർഡ് മീറ്റിംഗിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കും. കത്താർസിസ് കൾച്ചറൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 21 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് കോഴിക്കോട് ടൗൺ ഹാളിൽ ലതാ മങ്കേഷ്കർ സംഗീത സായാഹ്നം തേരാ മേരാ സാത്ത് രഹേ സംഘടിപ്പിക്കുന്നു. ലതാ മങ്കേഷ്കറുടെ ഗാനങ്ങൾക്ക് പുറമെ ആശാ ബോൺസ്ലെ, ഷംഷാദ് ബീഗം, മുഹമ്മദ് റാഫി, മന്നാഡെ, മുകേഷ്, കിഷോർ കുമാർ, ഹേമന്ത് കുമാർ, ഗീതാദത്ത്, വാണി ജയറാം, യേശുദാസ് തുടങ്ങിയ സുപ്രസിദ്ധ ഗായകരുടെ ഗാനങ്ങളും അവതരിപ്പിക്കുന്നതാണ് എന്ന് കത്താർസിസ് കൾച്ചറൽ ഫൗണ്ടേഷൻ പ്രസിഡന്റ് SA അബൂബക്കർ പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വില്യം ലോഗിന്റെ ചരമശതാബ്ദിയോടനുബന്ധിച്ച് ഇന്ത്യൻ കൌൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ സഹകരണത്തോടെ മലബാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റും കേരളീയൻ സ്മാരക സമിതിയും സംയുക്തമായി സെപ്റ്റംബർ 24-25 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിൽ ദേശീയ സെമിനാർ സംഘടിപ്പിക്കും. വില്യം ലോഗനും ഇന്ത്യൻ കാർഷിക ബന്ധങ്ങളും ഭൂമി വ്യവസ്ഥയും 18-19 നൂറ്റാണ്ടുകളിൽ എന്നതാണ് സെമിനാറിന്റെ വിഷയം. കേരളത്തിൽ പാഷൻ ഫ്രൂട്ട് കൃഷിയിലൂടെ കേരളത്തിലെ കർഷകർക്കും വീട്ടമ്മമാർക്കും വലിയ വരുമാനമുണ്ടാക്കാവുന്നതാണെന്ന് ന്യൂട്രി ഫ്രൂട്ട് സാരഥികൾ പറഞ്ഞു. കാര്യമായ രോഗങ്ങൾ വരാത്ത, ദൈനംദിന ശുശ്രൂഷ ആവശ്യമില്ലാത്ത ഈ കൃഷിയിലൂടെ 5 സെന്റിൽ നിന്ന് പോലും 20,000 രൂപയിലേറെ വരുമാനമുണ്ടാക്കാവുന്നതാണ്. 30 കിലോവിലധികം പഴങ്ങൾ ഒരു വള്ളിയിൽ നിന്നും ഒരു വർഷം ലഭിക്കും. കേരളത്തിലെ കർഷകർക്ക് ഗുണമേന്മയേറിയ സങ്കരയിനം തൈകൾ നൽകി കിലോവിന് 40 രൂപയ്ക്ക് എടുക്കുന്നതാണെന്നും കർഷകർ പഴങ്ങൾ തിരികെ നൽകുമ്പോൾ പഴങ്ങളുടെ വിലയ്ക്ക് പുറമെ ചെടിയുടെ വിലയും തിരികെ നൽകുന്നതാണെന്നും സാരഥികൾ പറഞ്ഞു. കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് ഹയർ സെക്കൻഡറി കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാനതല ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നു. ഒരു സ്ഥാപനത്തിൽ നിന്നും 2 പേരടങ്ങുന്ന എത്ര ടീമുകൾക്കും പങ്കെടുക്കാം. കോഴിക്കോട് മേഖലാ മത്സരം ഒക്ടോബർ 7 ചൊവ്വാഴ്ച രാവിലെ 9:30 കോഴിക്കോട് പ്രൊവിഡൻസ് കോളേജിൽ വെച്ച് നടക്കും. മദ്യപാനം, ലഹരി മരുന്നുകൾ എന്നിവയുടെ ദൂഷ്യഫലങ്ങൾ, പൊതുവിജ്ഞാനം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ചോദ്യങ്ങൾ. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 9895316264 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. കേരള സ്റ്റേറ്റ് ലൈബ്രറിയൻസ് യൂണിയൻ KSLU കോഴിക്കോട് താലൂക്ക് കൺവെൻഷൻ കോവൂർ ലൈബ്രറി ഹാളിൽ നടന്നു. യൂണിയൻ താലൂക്ക് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷനായ പരിപാടി താലൂക്ക് ലൈബ്രറി സെക്രട്ടറി A ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. K വിനോദ് കുമാർ, ജമീല കോവൂർ, K ശിവദാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സെക്യൂരിറ്റി ജോലി ചെയ്യുന്നവർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താൻ സർക്കാർ സമ്മർദ്ദം ചെലുത്തുമെന്ന് മന്ത്രി MK മുനീർ. പെൻഷൻ പ്രായം ഉയർത്തി യുവജനങ്ങളുടെ തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു പുരോഗമന സർക്കാരിന് ചേർന്നതല്ലെന്ന് സോഷ്യലിസ്റ്റ് ജനതാ ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രൻ. ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കപ്പലുകൾക്ക് മേഖലാതല പ്രോഗ്രാമിംഗ് നടപ്പിലാക്കുമെന്ന് ലക്ഷദ്വീപ് MP PP മുഹമ്മദ് ഫൈസൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, the king of footwears.